ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1/4 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി വേണം നിർബന്ധമൊന്നുമില്ല, ഒരു ഓപ്ഷനിൽ മാത്രമാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒരു ഓയിലും കൂടി ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് വീഡിയോ സ്കിപ്പായി പോയിന്. അപ്പോൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പാം ഓയിലോ സൺഫ്ലവറിൻ്റെ ഓയിലോ ഏത് ഓയിലായാലും മതി. ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്കൊരു മിസ്റ്റേക്കും കൂടി പറ്റിയിട്ടുണ്ടായിന്, അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് കൈയോടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ അതിലേക്ക് ഈ അടിച്ചെടുത്ത ഇതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു അബദ്ധം, വെറും ഒരു അബദ്ധമാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ഇതാണ്. ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മൈദര ആ ബാറ്ററും കൂടി ഇതിൽ ഒഴിക്കുമ്പോൾ മിക്സ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മിക്സ് ആകുന്നില്ല. ഞാൻ കുറേ കലക്കി നോക്കി, അപ്പം വേറെ തന്നെ ആകുന്ന പോലെ തോന്നി. അത് ഞാൻ എന്നിട്ട് ലാസ്റ്റ് എന്താണ് എടുത്ത് പിന്നെ വീണ്ടും ഞാൻ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചത് മിക്സിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഗോതമ്പും മൈദയും ബാറ്ററില്ലേ അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ചെയ്തത്. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ആ ഗോതമ്പ് പൊടിയും വെള്ളം കൂടി അടിച്ചെടുത്ത ശേഷം 2 മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. അതിലേക്ക് ഗോതമ്പിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ തന്നെ പിരിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മിക്സാക്കാൻ നോക്കി, എങ്ങനെ ഇത് മിക്സ് ആകുന്നില്ല. പിന്നെ ഒരു പണിയും ഇല്ല, പിന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് അപ്പോൾ ശരിയായി കിട്ടി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പഞ്ചസാര നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റിന് പഞ്ചസാര ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പം ദോശയും ഇഡ്ഡലിയെല്ലാം കഴിക്കുമ്പം അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങി എണീക്കാനെല്ലാം വൈകി കഴിഞ്ഞാൽ മക്കളൊക്കെ പോകാനാകുമ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ല എന്നുള്ള ഒരു ബേജാറുണ്ടാവില്ലേ. അപ്പോൾ ആ ടൈമിനെല്ലാം ഏറ്റവും നല്ലത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചത് മക്കൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഭയത്തോടെയാണ് ഇത് ആക്കിയത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഇതാ ഞാനത് ഫ്രൈ പാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അടിക്ക് പിടിക്കുന്നതിന്. പിന്നെ അതാ വേണം നമുക്ക് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ നേർങ്ങനെ വേണമെങ്കിൽ നേർങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അപ്പം ഞാൻ നല്ലോണം ഒന്ന് മൊരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മക്കൾക്ക് ഭയങ്കര മൊരിച്ച അപ്പം ഇഷ്ടം. അപ്പം മൊരിച്ചതാണ് ഇതിങ്ങനെ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത കറി ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. കറി വേണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കറിയില്ലെങ്കിൽ ഇതാക്കിയാൽ മതി. കറിയില്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അഥവാ ഇനി ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ ഇത് പൊളിക്കൂട്ടാ, പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല. പിന്നെ ഇത് ഏകദേശം പൊറോട്ട ആ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറായിട്ടും കഴിക്കാം. ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തണുത്താലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ പ്രത്യേക ഒരു ടേസ്റ്റ് ചൂടോടെ കഴിക്കുമ്പോൾ തന്നെയാണ്. അപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഓയിൽ വേണം നിർബന്ധമൊന്നുമില്ല, എന്നാൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ദോശയും ഇഡ്ഡലിയും തന്നെ മക്കൾക്ക് കൊടുക്കുമ്പം അവർക്കൊരു മടുപ്പ് വരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇത് മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയും വേണം അഭിപ്രായം. ചുടുന്നോറും മക്കൾ ഇപ്പുറത്തെ കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ അപ്പം കിട്ടുമോയെന്ന് അറിയില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് മക്കൾ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താപ്പായാലും നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ ഇതാ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരുപാട് സമയമൊന്നും സ്റ്റൗവിൽ വെച്ച് നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നുമില്ല, എന്ന് വെച്ചാൽ മക്കൾ ഇപ്പുറത്തെ തിന്നുകൊണ്ട് ഇതന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റി വെച്ചതെന്ന്. എനിക്ക് വീഡിയോ എടുക്കേണ്ടതെന്ന് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചതെന്ന്. അവർക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഇഷ്ടം കേട്ടോ. പത്തലിനെക്കാട്ടിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.